കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ സോഷ്യൽ ഡെമോക്രസി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആശയങ്ങൾ ഈ രാജ്യത്ത് പിറവിയെടുക്കുമ്പോ ഞങ്ങളുടെ നക്ഷത്രാങ്കിത രക്തകരുത പതാകയിലും പോസ്റ്ററുകളിലുമൊക്കെ ഞങ്ങൾ ആലേഖനം ചെയ്തൊരു മുദ്രാവാക്യമുണ്ട്. ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്നുള്ള മോചനം. ആ മോചനവും ആ ഭയവും എന്നവസാനിക്കുന്നുവോ അത് തന്നെയായിരിക്കും SDPയുടെ വിജയം. ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന നരേന്ദ്രമോദിമാർ, അതിനൊത്താശ പാടുന്ന പിണറായി വിജയനും സംഘവും, അതിനെ ചൂട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന VD സതീശനെ പോലെയുള്ള സവർക്കർമാരും ഒത്തൊരുമിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടിയായി വരും. നിങ്ങളിപ്പോ പറയുന്നല്ലോ, ഇനി കാലിൻ ചുവട്ടി നരേന്ദ്രമോദി പാർലമെന്റിലേക്ക് പോകുമ്പോ ഭാരതാംബയെ ചുംബിക്കുന്നത് പോലെ ഒരു ഭാരതത്തിൽ ശ്രീകോവിലിനെ ചുംബിച്ചുകൊണ്ട് അധികാര സ്ഥലത്തിലേക്ക് കയറുന്ന പാർലമെന്റിലേക്ക് കയറുമ്പോ മിസ്റ്റർ നരേന്ദ്രമോദിയും പിണറായി വിജയന്റെ അനുയായികൾ മനസ്സിലാക്കുക, ഈ പ്രധാനമന്ത്രി കസേരയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി കസേരയും എല്ലാ കാലത്തും നിങ്ങളുടെ കാൽച്ചുവട്ടിലാകും എന്ന നിങ്ങൾക്കുണ്ടാവരുത്. കാരണം ഇപ്പുറത്ത് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ജനതയുണ്ട്, നിർഭയത്വത്തിന്റെ ഒരു കൂട് പറയുന്ന ഒരു സമൂഹമുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ തുള്ളിക്കളിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ, അവരെ എടുത്ത് തോളത്ത് വെക്കുന്ന മാതാപിതാക്കൾ, അവരിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇടക്കലുകളുമായി വരുമ്പോ ഈ പ്രത്യശാസ്ത്രം ആദ്യം പറഞ്ഞത്, ഈ പ്രത്യശാസ്ത്രത്തിൽ ഒരാളും ഒരു പാർലമെന്റ് മെമ്പർ ആവാൻ വരണ്ട, ഒരാളും ഒരു MLA ആകാൻ വരണ്ട, ഒരാളും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും വരേണ്ടതില്ല. പകരം ജയിലറകളും രക്തസാക്ഷിത്വങ്ങളും ഏറ്റുവാങ്ങാൻ തയ്യാറാണോ നിങ്ങൾ? ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റും ഇപ്പോഴത്തെ ദേശീയ പ്രസിഡന്റുമൊക്കെ ജയിലറകളിൽ കിടക്കുമ്പോ നിർഭയത്വത്തോടുകൂടി ഇത്തരമൊരു ഇലക്ഷൻ പരിപാടിയിൽ പങ്കാളിയാകാൻ ഞങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ നിങ്ങൾ ജനാധിപത്യത്തിന്റെ രാജാക്കന്മാരായ വോട്ടർമാർ, നിങ്ങളെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങൾക്ക് എന്നൊക്കെ നിങ്ങൾ അനുവദിച്ചു തരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ പിന്തുണ പ്രിയങ്കരനായ സാദിഖ് നടുത്തുടിക്ക് ബലൂൺ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ഭാവി തലമുറയെ സംരക്ഷിക്കാൻ, ഈ പ്രത്യശാസ്ത്രം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.